ഹായ് ഹലോ നമസ്കാരം, ഞാൻ ശരത്. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ മെൻഷൻ ചെയ്യുന്നത് നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ? അതായത് നെറ്റ്വർക്കിങ്ങിനെ നമുക്ക് സഹായിക്കുന്ന ഡിവൈസുകളെയാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. കുറേ ഡിവൈസുകളുണ്ട്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും ഫെമിലിയർ അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് ഡിവൈസുകളെ പരിചയപ്പെടുത്താനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, നെറ്റ്വർക്കിംഗ് ഡിവൈസുകളിൽ ഒന്നാമത്തെ പേരാണ് മോഡം. മോഡം കേൾക്കാത്തതായിട്ട് ആരുമില്ല. കാരണം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മോഡം എന്ന് പറയുന്നത്. എന്താണ് മോഡം? മോഡം എന്ന് പറയുന്നത് മോഡുലേറ്റർ ഡീമോഡുലേറ്ററിൻ്റെ ഷോർട്ട് ഫോമാണ് മോഡം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ആക്ട് ആസ് അനലോഗ് ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റലാക്കാനും ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് അനലോഗിനെ ഡിജിറ്റൽ ആക്കേണ്ടി വരുന്നത്? എപ്പോഴാണ് ഡിജിറ്റലിനെ അനലോഗ് ആക്കേണ്ടി വരുന്നത്? നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന വിവരങ്ങളെല്ലാം ഡിജിറ്റലായിട്ടാണ് പോകുന്നത്. ആ വിവരങ്ങൾ ടെലിഫോൺ ലൈനിലൂടെ എവിടെയാണോ എത്തേണ്ടത്, സെർവറിൽ എത്തണമെങ്കിൽ അത് അനലോഗ് സിഗ്നലുകളായിട്ടേ കടന്നു പോകത്തുള്ളൂ. സോ ഡിജിറ്റൽ സിഗ്നലുകളായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന സിഗ്നലുകളെ അനലോഗാക്കി മാറ്റി കേബിൾ ലൈനിലൂടെ കടത്തിവിടുന്നത് മോഡമാണ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സെർവറുകളിൽ നിന്ന് വരുന്ന അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റലാക്കി മാറ്റി നമ്മുടെ കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നത് മോഡമാണ്. സോ അങ്ങനെ ഉപയോഗിക്കുന്ന ഡിവൈസാണ് മോഡം. ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്മിറ്റ് സിഗ്നൽ ത്രൂ ടെലിഫോൺ ലൈൻസ്. ടെലിഫോൺ ലൈൻസിലൂടെയാണ് മോഡം സിഗ്നലുകളെ കടത്തിവിടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, അനലോഗായിട്ട് വരുന്ന സിഗ്നലുകളെ ഡിജിറ്റലാക്കി കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുകയും കമ്പ്യൂട്ടറിൽ വരുന്ന ഡിജിറ്റൽ സിഗ്നലെ അനലോഗാക്കി ടെലിഫോൺ ലൈനിലൂടെ കടത്തിവിടുകയും ചെയ്യുന്ന ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് മോഡം. രണ്ടാമതാണ് ഹബ്ബ്. എന്താണ് ഹബ്ബ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ടു കണക്ട് മോർ ദാൻ വൺ കമ്പ്യൂട്ടർ ടുഗദർ ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനകത്ത് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോമൺ ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അതായത് എല്ലാ കമ്പ്യൂട്ടറുകളും ഹബ്ബിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. എല്ലാ ഡേറ്റ കണക്ഷനും ഡേറ്റ ട്രാൻസ്മിഷനും ത്രൂ നടക്കുന്നത് ഹബ്ബിലൂടെ ആയിരിക്കും. ഹബ്ബിലൂടെ കടന്നു പോകാതെ ഒരു ഡേറ്റയും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എത്തത്തില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഹബ് ടേക്സ് ഡേറ്റ ദാറ്റ് കംസ് ഫ്രം വൺ ചാനൽ ആൻഡ് സെൻസ് ടു ഓൾ അതർ ചാനൽ ഓൺ ദ ഹബ്ബ്. അതായത് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ ഹബ്ബ് ഏറ്റെടുക്കുകയും അത് മറ്റെല്ലാ കമ്പ്യൂട്ടറിനും വീതിച്ച് അല്ലെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുക്കുന്ന ഒരു ഇൻ്റർ കണക്റ്റിംഗ് ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഹബ് ഈസ് ഓൾസോ നോൺ ആസ് കോൺസെൻട്രേറ്റർ. ഒരു പേര് കോൺസെൻട്രേറ്റർ, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. കോൺസെൻട്രേറ്റർ, അതായത് കോൺസെൻട്രേറ്റർ എന്നറിയപ്പെടുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഏതാണ് എന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഹബ്ബാണ്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. എന്താണ് നെറ്റ്വർക്കിങ്ങിൽ കോൺസെൻട്രേറ്റർ എന്നറിയപ്പെടുന്നത്? ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസാണ് കോൺസെൻട്രേറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നെറ്റ്വർക്കിംഗ് ഡിവൈസിലേക്ക് പോകാം. അടുത്ത നെറ്റ്വർക്കിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ISP എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണോ ടെക്നോളജി ആണെന്ന് വെച്ചാൽ ഒരു ടെക്നോളജിയാണ്. എന്താ ടെക്നോളജി? ISPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നാണ് ISPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് ആരാണോ ഇൻ്റർനെറ്റ് നൽകുന്നത് ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് ISP. ഉദാഹരണത്തിന് കേരള വിഷൻ, റിലയൻസ്, VSNL, എയർടെൽ, ഏഷ്യാനെറ്റ്, അല്ലെങ്കിൽ VI, ജിയോ, ഇതെല്ലാം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുകളാണ്. ആരാണോ നമുക്ക് ഇൻ്റർനെറ്റ് നൽകുന്ന കമ്പനി അവരെ വിളിക്കുന്ന പേരാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP എന്ന്. ഓക്കെ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് എയർടെലും ഈ പറയുന്ന BSNL, VSNL, കേരള വിഷൻ, ജിയോ, VI ഇത്തരം കമ്പനികളാണ് നമുക്ക് നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ ISP എന്ന് പറയുന്നത്. അടുത്തത് OFC, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിക്കാവുന്ന ഒരു മേഖലയാണ് OFC, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത്. എന്താണിത്? അതായത് മീഡിയം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഡേറ്റ അറ്റ് ഹൈ സ്പീഡ് ഓവർ ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റിനകത്ത് ഡേറ്റ ഹൈ സ്പീഡിൽ കൺവേർട്ട് ചെയ്ത് കണക്ട് ചെയ്ത് വിടാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് OFC. നമ്മുടെ ഡേറ്റ എല്ലാം വളരെ സ്പീഡിൽ പോകാൻ കാരണം നമ്മൾ സാധാരണ നോർമൽ വയറിൽ നിന്ന് OFC കേബിളിലേക്ക് മാറിയതാണ് ഇതിൻ്റെ കാരണം. സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്പീഡാണ്. OFC കേബിളുകളുടെ വളരെ ഹൈ സ്പീഡിൽ ഡേറ്റ കടത്തിവിടാനായിട്ട് സാധിക്കും.
അടുത്താണ് റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ്. എന്താണ് റൂട്ടർ? എ റൂട്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഫോർവേഡ്സ് ഡേറ്റ പാക്കറ്റ്സ് എലോങ് നെറ്റ്വർക്ക്. നെറ്റ്വർക്കിനകത്ത് ഡേറ്റ പാക്കറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. ഹബിനെ പോലെ തന്നെ പ്രവർത്തിക്കുമെങ്കിലും ഹബിനേക്കാൾ കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള ഡിവൈസാണ് ഈ പറയുന്ന റൂട്ടർ എന്ന് പറയുന്നത്. ഡേറ്റ പാക്കറ്റുകളെ കമ്പ്യൂട്ടറിന് ആവശ്യാനുസരണം ഷെയർ ചെയ്യുന്ന ഉപകരണമാണ് റൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, അടുത്ത് പറഞ്ഞ 3 ഉപകരണങ്ങളല്ല, ഈ ISPയും OFC എന്ന് പറഞ്ഞാൽ ടെക്നിക്കുകളാണ്, ടെക്നോളജികളാണ്. റൂട്ടറാണ് ഡിവൈസ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അടുത്ത ഉപകരണമാണ് റിപ്പീറ്റർ. എന്താണ് റിപ്പീറ്റർ? പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിസീവ്സ് എ സിഗ്നൽ ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ് അറ്റ് എ ഹയർ ലെവൽ ഓർ ഹയർ പവർ. അതായത് നമുക്കറിയാം സിഗ്നലുകൾ, അതായത് ഇതിനകത്തൂടെ സിഗ്നലുകൾ ദൂര സ്ഥലങ്ങളിലേക്ക് കടത്തി വിടുമ്പോൾ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയാം, സിഗ്നലിൻ്റെ ശക്തി കുറഞ്ഞ് സിഗ്നലിലേക്ക് കൃത്യമായിട്ട് അങ്ങ് എത്താതാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇടയിൽ ഓരോരോ ഭാഗത്ത് നമ്മൾ റിപ്പീറ്റർ വെച്ചിരിക്കും. റിപ്പീറ്റർ എന്ത് ചെയ്യും? ഈ ശക്തി കുറഞ്ഞ് വരുന്ന സിഗ്നലുകളെ റിസീവ് ചെയ്തിട്ട് ശക്തി കൂടിയ സിഗ്നലുകളാക്കി മാറ്റിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഉപകരണമാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ശക്തി കുറഞ്ഞ സിഗ്നലുകളെ പിടിച്ചെടുക്കുകയും അത് ശക്തി കൂടിയ സിഗ്നലായിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. നിങ്ങൾക്കറിയാം, നമ്മൾ കേബിൾ TV ഒക്കെ കാണുന്നവരാണ്. കേബിളിൻ്റെ വയറൊക്കെ റോഡിലും പോസ്റ്റിലൂടെ പോകുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ പോസ്റ്റുകളുടെ ഇടയിലൊക്കെ ഒരു ഉപകരണം ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഈ വയറ് പോകുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉപകരണം വെച്ചേക്കുന്ന കാണാം. അതാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. അടുത്ത ഗേറ്റ് വേ, ബ്രിഡ്ജ്. ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ്. ഗേറ്റ് വേയും ബ്രിഡ്ജും ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം. ഇത് രണ്ടും താരതമ്യം പഠിച്ചാലേ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. രണ്ടും ഒരേ യൂസാണ്. ഇറ്റ് ഈസ് എ റൂട്ടർ ഓർ പ്രോക്സി സെർവർ ദാറ്റ് റൂട്ട്സ് ബിറ്റ്വീൻ നെറ്റ്വർക്ക്. നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ, നെറ്റ്വർക്കുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോലെയാണ് ഗേറ്റ് വേയും ബ്രിഡ്ജും. അത് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു കണക്ട് 2 സെഗ്മെന്റ് ഓഫ് എ ലാൻ ഓർ ലാൻസ്. രണ്ട് കണക്ഷൻസ്, രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ബ്രിഡ്ജും. തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ. എന്ത്? ഗേറ്റ് വേ എന്ന് പറയുന്നത് എ ഗേറ്റ് വേ കണക്ട്സ് എൻ്റയർലി ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ഓർ പ്രോട്ടോകോൾ. ഡിഫറൻറ്റ് പ്രോട്ടോക്കോളുകളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഗേറ്റ് വേ ഉപയോഗിക്കുന്നത്. അതായത് രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഗേറ്റ് വേ ഉപയോഗിക്കും. എന്നാൽ ബ്രിഡ്ജോ, എ ബ്രിഡ്ജ് ഈസ് കണക്ട് സിമിലർ നെറ്റ്വർക്ക് സെഗ്മെന്റ്സ്. അതായത് ഒരേ പ്രോട്ടോക്കോളുള്ള നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ നമ്മൾ ബ്രിഡ്ജ് ഉപയോഗിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഏതാണ്? ഗേറ്റ് വേയും ബ്രിഡ്ജും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഇത് രണ്ടും എന്താണ്? ഒരേ ഡ്യൂട്ടിയാണ്, നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഡിഫറൻറ്റ് പ്രോട്ടോക്കോൾ, ഡിഫറൻറ്റ് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാനാണ് ഗേറ്റ് വേ ഉപയോഗിക്കുന്നത്. എന്നാൽ സിമിലർ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാനാണ് ഈ പറഞ്ഞ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഗേറ്റ് വേ ഡിഫറൻറ്റ് നെറ്റ്വർക്കിനും, ബ്രിഡ്ജ് എന്ന് പറയുന്നത് സിമിലർ നെറ്റ്വർക്കിനും. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ പറഞ്ഞ ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയായിരുന്നു ഡിവൈസുകൾ എന്ന് പറയുന്നത്? ബ്രിഡ്ജ് ഉണ്ട്, ഗേറ്റ് വേ ഉണ്ട്, റിപ്പീറ്റർ ഉണ്ട്, ഹബ് ഉണ്ട്, പിന്നീട് മോഡം ഉണ്ട്, അതേപോലെ റൂട്ടർ ഉണ്ട്, OFC ഉണ്ട്, ISP ഉണ്ട്. ഇതൊക്കെ നെറ്റ്വർക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഡിവൈസുകളും ടെക്നോളജികളുമാണ്. ഓക്കെ, ഓർത്തിരിക്കുക ഈ പറഞ്ഞ 9 ടെക്നോളജികളെ കുറിച്ച് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ 2 ക്ലാസ് കൊണ്ട് പറഞ്ഞു തീർത്തു. അപ്പോൾ ഇനി ബാക്കിയുള്ള മറ്റ് വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക്സ്.